ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. വീണ്ടും നാം ഒരു നോമ്പിൻ്റെ വഴികളിലൂടെ കടന്നു പോവുകയാണ്. എന്താണ് നോമ്പ്? മത്സ്യമാംസാദികൾ വെടിയുന്നത് മാത്രമല്ല നോമ്പ്, മറിച്ച് ഒരു രൂപാന്തരമാണ് കർത്താവ് നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നത്. നോമ്പിൻ്റെ ആദ്യ നാളിൽ തന്നെ നാം ധ്യാനിച്ചത് രൂപാന്തരത്തെക്കുറിച്ചാണ്. കാനാവിലെ കല്യാണത്തിന് പച്ചവെള്ളത്തെ മണവും രുചിയും ഗുണവുമുള്ള വീഞ്ഞാക്കി മാറ്റുന്നു. അവിടെ ഒരു രൂപാന്തരത്തിൻ്റെ അനുഭവമാണ് നാം കാണുന്നത്. ഇന്ന് നോമ്പിൻ്റെ 12-ാം നാൾ. ഇന്ന് നാം ചിന്തിക്കുന്ന വിഷയം മൺപാത്രമാകുന്ന ശരീരങ്ങൾ. അതിനായി എടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 13-ാം അധ്യായം 47 മുതൽ 51 വരെയുള്ള വേദഭാഗം. സെയിൻറ്റ് മാത്യു ചാപ്റ്റർ 13 വേഴ്സസ് 47 to 51. ഈ ഭാഗത്ത് സ്വർഗരാജ്യത്തിൻ്റെ മർമ്മങ്ങളെക്കുറിച്ച് ക്രിസ്തു ഉപമകളിലൂടെ ജനങ്ങളെ ബോധ്യപ്പെടുത്തുകയാണ്. ഒരിക്കൽ ശിഷ്യന്മാർ ക്രിസ്തുവിനോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് ഉപമകളായി സംസാരിക്കുന്നത് എന്ന്. അതിന് ക്രിസ്തു പറയുന്ന മറുപടി, സ്വർഗരാജ്യത്തിൻ്റെ മർമ്മങ്ങളെ അറിവാൻ നിങ്ങൾക്ക് വരം ലഭിച്ചിരിക്കുന്നു, അവർക്കോ ലഭിച്ചിട്ടില്ല. അവർക്ക് ഗ്രഹിക്കേണ്ടതിനാണ് ഉപമകളിലൂടെ സംസാരിക്കുന്നത്. ഈ സംഭവം നടക്കുന്നത് ഗലീല കടലിൻ്റെ തീരത്താണ്. നമ്മൾക്കറിയാം, മണവും മധുരവുമുള്ള മനോഹരമായ പുഷ്പങ്ങൾ എവിടെ നിന്നാലും ഷഡ്പദങ്ങളെ ആകർഷിക്കുന്നു. ഇതുപോലെയാണ് യേശു എവിടെ ചെന്നാലും ജനങ്ങൾ ആ ബാലവൃദ്ധം അവൻ്റെ ചുറ്റും വന്നുകൂടും. ഗലീല കടൽ തീരമായതിനാൽ അവിടെ കൂടുതലും മുക്കുവന്മാരാണ്. തൻ്റെ ചുറ്റുമുള്ളവർ എപ്രകാരമാണോ അതേ കാഴ്ചപ്പാടിലാണ് ക്രിസ്തു സംഭാഷിക്കുന്നത്. ഇവിടെ മുക്കുവന്മാരോട് മുക്കുവൻ ശൈലിയിലാണ് യേശു സംഭാഷിക്കുന്നത്. അവർ നിത്യം കൈകാര്യം ചെയ്യുന്ന വലയോടാണ് ക്രിസ്തു ദൈവരാജ്യത്തെ സാമ്യപ്പെടുത്തുന്നത്. മീൻ നിറഞ്ഞപ്പോൾ അത് കരയ്ക്ക് വലിച്ചു കയറ്റി, നല്ലത് തിരഞ്ഞ് പാത്രങ്ങളിൽ കൂട്ടിവെച്ചു, ചീത്ത എറിഞ്ഞു കളഞ്ഞു. വലയിൽ പെടുന്നവയെല്ലാം ഭക്ഷ്യയോഗ്യമോ വിൽക്കാൻ കൊള്ളുന്നവയോ അല്ല. വല വെള്ളത്തിൽ നിന്ന് കയറ്റുമ്പോൾ അതിൽ പെട്ടിരിക്കുന്ന മീൻ ഏത് തരത്തിലുള്ളവയാണെന്ന് തിരിച്ചറിയാൻ പ്രയാസമാണ്. എന്നാൽ മീൻ നിറഞ്ഞ വല കരയ്ക്ക് വലിച്ചു കയറ്റി തിരഞ്ഞു പെറുക്കുമ്പോൾ മാത്രമാണ് നല്ലതിനെയും കൊള്ളരുതാത്തവയും തമ്മിൽ തിരിച്ചറിയുക. നല്ലത് പാത്രങ്ങളിൽ ശേഖരിക്കുകയും ചീത്ത എറിഞ്ഞു കളയുകയും ചെയ്യുന്നു. എന്നാൽ ഗലീല കടൽ തീരത്ത് എറിഞ്ഞു കളയുന്നവയാകട്ടെ ചുട്ടുപഴുത്ത മണലിൽ കിടന്ന് പിടഞ്ഞു ചാകുകയാണ്. അങ്ങനെ തന്നെ ലോകാവസാനത്തിൽ സംഭവിക്കും. ദൂതന്മാർ പുറപ്പെട്ട് നീതിമാന്മാരുടെ ഇടയിൽ നിന്ന് ദുഷ്ടന്മാരെ വേർതിരിച്ച് തീച്ചൂളയിൽ ഇട്ട് കളയും. ഈ തീച്ചൂളയുടെ അനുഭവം നമ്മുടെ ജീവിതത്തിൽ വരാതിരിക്കണമെങ്കിൽ മൺപാത്രമാകുന്ന നമ്മുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പിൻ. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവേൻ. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ നോമ്പ് കാലത്ത് നമ്മളെ ഏവരെയും സഹായിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.